ക്യാമറയെ പറ്റി പറഞ്ഞു, ശബ്ദത്തെ പറ്റി പറഞ്ഞു. ഇനി വളരെ സജീവമായി കൃത്യമായിട്ട് നമ്മൾ എന്തെങ്കിലും അബദ്ധം കാണിക്കുന്നുള്ളപ്പോൾ നമ്മളെ മാറ്റുകയും കർട്ടൻ ഇടുമ്പോൾ അത് മാറ്റുകയും ഒക്കെ ചെയ്യുന്ന സാങ്കേതിക വിദഗ്ധരുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ സ്റ്റോറികളൊക്കെ എഡിറ്റ് ചെയ്യുന്ന എഡിറ്റർമാരൊക്കെ നമ്മുടെ ഒരു പുറകിലുള്ളൊരു വാഹനത്തിലാണ് ഇതിനു വേണ്ട എല്ലാ ഈ ക്യാമറയ്ക്ക് പിറകിലെ കാഴ്ചകളാണ്. ഞങ്ങളുടെ PCR ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും ഞങ്ങളെക്കാൾ ഒരുപാട് അധ്വാനിക്കുകയും ചെയ്ത് ഒരു സ്റ്റുഡിയോ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ഒരു ചെറിയ വണ്ടിയിൽ അതിൻ്റെ എല്ലാ സാങ്കേതിക പരിമിതികളും ഉണ്ടെങ്കിൽ പോലും ഏറ്റവും മനോഹരമായ പ്രേക്ഷകരിലേക്ക് എത്തിച്ചവർ. പക്ഷേ അടുത്തൊരു വർഷത്തേക്ക് എൻ്റെ സ്വപ്നങ്ങളിൽ പോലും കടന്നു വരുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ ടോക്ക് ബാക്കിലൂടെ കിട്ടുന്ന പ്രൊഡ്യൂസർമാരുടെ ആർത്തനാദങ്ങളും ആക്രോശങ്ങളും നിലവിളികളും പാവങ്ങൾ അവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുകയാണ്. പ്രൊഡ്യൂസർമാരല്ലേ അവരെ പറ്റി പൊക്കി പറഞ്ഞ അവർ കട്ടപ്പനയിലെ വൈശാഖ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ഗംഭീര പ്രൊഡ്യൂസർമാർ എല്ലാവരോടും ഇങ്ങനെ എല്ലാവരെയും പറ്റി മെൻഷൻ ചെയ്ത് പോവാതെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉർവശി തിയേറ്റേഴ്സിന്റെ ഒരു വണ്ടിയായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നത്. അരമണിക്കൂർ നിറയെ കുരിശുകൾ. അതെ, അരമണിക്കൂർ മുന്നേ നേരത്തെ പുറപ്പെട്ടു. നമ്മൾ ഒരു ദിവസം മുന്നേ പുറപ്പെട്ടു ശരിക്കും. പക്ഷെ അത് വളരെ യോജിച്ചൊരു പ്രൊമോ ആയിരുന്നു. കാരണം ഒരു കലാരൂപത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നാടക കലയെ ബേസ് ചെയ്തിട്ടായ ഒരു സിനിമയുടെ പ്രൊമോ തന്നെയായിരുന്നു. ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രൊമോ ആയിരുന്നു. കൃത്യമായിട്ടും ഈ ഉർവശി തിയേറ്റേഴ്സിലെ വണ്ടിയിൽ ഒരു വണ്ടി കുരിശുകൾ ഇങ്ങ് കണ്ണൂരിലേക്ക് വന്നപ്പോൾ ഇത് മുഴുവൻ സഹിച്ച ഉർവശി തിയേറ്റേഴ്സിലെ മുഖ്യ നടനും സംവിധായകനും അവിടെ ഇല്ലേ? വിജയൻ അവിടെ ഉണ്ട് കണ്ടോ? ഒരു കറുത്ത കണ്ണാടിയൊക്കെ വെച്ച് വെള്ള ഷർട്ടൊക്കെ ഇട്ട് രാവിലെ നിൽപ്പുണ്ട്. ഞങ്ങളുടെ പ്ലാനിംഗ് ബോർഡ് ചെയർമാനാണ്. എല്ലാ കാര്യങ്ങളും 1 പോയിന്റ് കോർഡിനേഷൻ ആണ്. അതെ, 1 പോയിന്റ് കോർഡിനേഷൻ ആയിരുന്നു എല്ലാം. ഞങ്ങൾ ഇവിടെ അകത്ത് തിമിർക്കുമ്പോൾ അതിനുവേണ്ടി എല്ലാ കഷ്ടപ്പാടും സഹിച്ചത് ഇവിടുത്തെ കണ്ണൂർ ബ്യൂറോ ആണ്. എല്ലാ കാര്യങ്ങളിലും അവരുടെ ഒരു കൈ എത്താത്ത ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. ഒപ്പം തന്നെ കണ്ണൂരിലെ ജനങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഹർത്താൽ അടക്കമുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടും കലോത്സവത്തെ അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നടത്തിക്കൊണ്ടുപോകാൻ ദിവിഷനോട് ഒരു കണ്ണൂർകാരൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ, ഞങ്ങളോട് കൃത്യം ആദ്യ ദിവസം വന്നിറങ്ങിയപ്പോൾ ഒരു കണ്ണൂരുകാരൻ എൻ്റെ കൈ പിടിച്ചു പറഞ്ഞു, നിങ്ങളീ പേടിക്കണ പോലെ ഒന്നുമില്ല കേട്ടോ, നിങ്ങൾ മറ്റ് ജില്ലക്കാർക്കൊക്കെ കണ്ണൂരുകാരെ ഞങ്ങൾ നല്ല ആളുകളാണ്. ഒരാൾക്ക് വണ്ടി കിട്ടാതെ അല്ലെങ്കിൽ കാശില്ലാതെ നടക്കുകയാണെങ്കിൽ നമ്മൾ കാശെല്ലാം കൊടുത്ത് അയാളെ വീട്ടിലെത്തിച്ചളയും, അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലെങ്കിൽ ഭക്ഷണം എത്തിച്ചാൽ അത്ര നല്ല മനുഷ്യരാണെന്ന് പറഞ്ഞാണ്. പക്ഷെ അതിനിടയിൽ പോലും നമുക്ക് ഓട്ടോക്കാർ പോലും നൽകുന്ന ഒരു സഹകരണം ഈ കണ്ണൂരിന്റെ മാത്രം നന്മയാണ്. അത് കുറച്ചധികം പറയാനുണ്ട്. പക്ഷെ ഒരു മാപ്പിളപ്പാട്ടിന്റെ സ്റ്റോറി കൂടി ഇപ്പോഴല്ലാണ്ട് ഇനി എപ്പോഴാന്നാ വേണ്ടത്രേ. അപ്പൊ പിന്നെ നമുക്ക് പറയാം. എന്നാൽ പിന്നെ എനിക്ക് അതിൽ കുറച്ച് അധികം പറയാനുണ്ട്. കാരണം മിക്കവാറും ഞങ്ങൾ രണ്ടുപേരും പ്രത്യേകിച്ചും ഇവിടുന്ന് ഇറങ്ങുമ്പോഴൊക്കെ വൈകിട്ടാവും. ഇവിടുത്തെ ഓട്ടോക്കാർ കാണിക്കുന്ന സ്നേഹം, കൃത്യമായിട്ട് എവിടെ പോകുന്നു എന്താ എല്ലാ കാര്യത്തിലും അവർ നമ്മളെ കണ്ട ഉടൻ ചേട്ടാ ഇത് ഈ വഴിയല്ലേ, ഇവിടെ കുറെ വഴിയുണ്ട് കുട്ടിയെ കൃത്യമായിട്ട് എത്തിക്കുന്ന പറയാ. അതിന് വഴിയൊക്കെ മാറിപ്പോകുമ്പോൾ നമ്മൾ ഇത്തിരി ടെൻഷൻ കാണിച്ച് ഇത് കൂടെ അല്ലല്ലോ ഇന്നലെ പോയെന്നൊക്കെ പറയുമ്പോൾ ഇത് കൂടെയും പോവാം, ഞങ്ങൾ അവിടെ എത്തിച്ചു തന്നാൽ പോരെ എന്ന് ചോദിക്കുന്ന ഇത്ര സ്നേഹമുള്ള ആളുകൾ ഒരു പക്ഷെ ശുദ്ധന്മാരായതുകൊണ്ടായിരിക്കും അല്ലേ അവരെ പറ്റി എല്ലായിടത്തും നല്ല ആളുകൾ, വളരെ ശുദ്ധന്മാരായ ആളുകളായിരുന്നു നമുക്ക് അധികം നമ്മുടെ മുന്നിൽ വന്ന് പെട്ടു. കേരളത്തിൽ മുഴുവൻ നല്ല ആളുകളാണ്, ലോകം മുഴുവൻ നല്ല ആളുകളാണ്. ചിലയിടത്ത് മോശം ആളുകളൊക്കെ ഉണ്ടാവും. ചെറിയ ചില മോശം ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ സന്തോഷത്തോടാക്കി ഇരിക്കുന്നത്. എന്തായാലും കണ്ണൂരിലെ നല്ല ജനങ്ങൾ ഈ കലോത്സവത്തെ നല്ലൊരു ഉത്സവമാക്കി മാറ്റാൻ മാധ്യമങ്ങൾക്കും വേണ്ട സഹായം നൽകി. ഈ ഹർത്താൽ ഒന്ന് ആലോചിക്കൂ, കണ്ണൂർ പോലെ വളരെ ചെറിയൊരു ടൗണിലേക്ക് എത്ര പേരാണ് വന്നത്. മുഴുവൻ കേരളവും ഇവിടെ എത്തി. അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ഒരു പരിഭവവും ഇല്ലാതെ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്മുടെ നോട്ട് പിൻവലിക്കൽ മൂലമുണ്ടായ ചില കറൻസി ക്ഷാമം കാര്യമായി ബാധിച്ചു ആദ്യ ദിനങ്ങളിൽ. പക്ഷെ അവിടെയും അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചു. ഒരു മാതൃഭൂമി തന്നെ കൃത്യമായി ചില്ലറ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ. ഒപ്പം തന്നെ മാതൃഭൂമിയുടെ മറ്റു പലതരത്തിലുള്ള ഇടപെടൽ, ഇപ്പോൾ ഒരു ഗ്രീൻ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് ഇല്ലാത്ത ജൈവ പച്ചക്കറി സീഡിലെ കുട്ടികളെ കുറിച്ച്. കാരണം അവരാണ് 4500ഓളം ജൈവ പച്ചക്കറി ഈ കലോത്സവത്തിന് സംഭാവന ചെയ്ത്. പ്ലാസ്റ്റിക് ബാധയും പരമാവധി കുറവാണ് നമ്മുടെ കണ്ണിൽ നമുക്ക് കാണാൻ കഴിയും. അത് കൃത്യമായും ഒരു ഗ്രീൻ പ്രോട്ടോകോൾ കഴിഞ്ഞിട്ടുണ്ട്. കാര്യമായ പരാതികൾ ഇല്ലാത്ത ഒരു കലോത്സവം. എന്തായാലും വലിയ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുന്നു എന്നൊരു വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. കാരണം അതെ, നമ്മളിവിടെ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു, പക്ഷെ തിരുവനന്തപുരത്ത് കൃത്യമായ സമയം തന്നെ കൃത്യമായി എല്ലാം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതിനെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ തിരുവനന്തപുരത്തും നമുക്ക് ശക്തമായ സപ്പോർട്ട് കിട്ടി. അങ്ങനെ എല്ലാവരും കൂടി ഈ കലോത്സവത്തെ മനോഹരമാക്കി. എന്തായാലും എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മാതൃഭൂമി ന്യൂസിലൂടെ കലോത്സവത്തിന്റെ കൗമാര പ്രതിഭകളുടെ വിളയാട്ടം കണ്ട് രസിച്ചതിന് അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകിയതിന് ഇനിയും നന്ദി കണ്ണൂർ. ഗുഡ് ബൈ കണ്ണൂർ. ഗുഡ് ബൈ.